ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചത് കൊണ്ടാണ് താൻ ദില്ലിയിലേക്ക് പോകുന്നതെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി തീരുമാനിച്ചു, ഞാൻ അനുസരിക്കുന്നുവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. കേരളത്തിന്റെ മൊത്തം ഒരു അംബാസഡർ നിലയിലായിരിക്കും ഈ ഒരു പദവി. കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർദ്ധിക്കുന്ന MP ആയിരിക്കും. അതിന്റെ പ്രചരണ യോഗങ്ങൾ ഒരു 99% യോഗങ്ങളിൽ തൃശ്ശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി സ്ഥാനത്തെ പറ്റി വല്ല അറിയിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും അദ്ദേഹമാണ് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടൻ എത്താൻ പറഞ്ഞു. 11:30 വീട്ടിലെത്തണമെന്ന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു സർ. തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആയിരിക്കണം പ്രധാനമന്ത്രിയുടെ തീരുമാനം. ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. അത് പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത്. താങ്ക് യു. അതെല്ലാം വരട്ടെ. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. ഷീജ, പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാനില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, സിനിമാ തിരക്കുകൾ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചു, അതുകൊണ്ട് ഞാൻ ദില്ലിയിലേക്ക് പോകുന്നു. നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. കേന്ദ്രമന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഒരു ഉറപ്പിലേക്ക്, സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന ഉറപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? മനു, ഏതായാലും അത്തരത്തിലൊരു ഉറപ്പ് പ്രധാനമന്ത്രി തന്നെ സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയൊരു അനിശ്ചിതത്വമാണ് അദ്ദേഹത്തിന്റെ ദില്ലി യാത്രയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നത്. കാരണം രാവിലെ 6:10 അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 6:10 അദ്ദേഹം തീരുമാനിച്ച വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടില്ല. അതിനുശേഷം 8:30 അടുത്ത വിമാനം ഉണ്ടായിരുന്നത്. ആ വിമാനത്തിൽ പോകുമെന്നായിരുന്നു പിന്നീടുണ്ടായിരുന്ന ഒരു അഭ്യൂഹം എന്ന് പറയുന്നത്. പക്ഷേ ആ വിമാനത്തിലും സുരേഷ് ഗോപി ഇവിടെ നിന്നും പുറപ്പെട്ടില്ല. അതിനുശേഷമാണ് അവിടെ നിന്നും ഉള്ളൊരു വിളി, അതായത് ദില്ലിയിൽ നിന്നും ഈ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്നവർക്ക് രാവിലെ 11 മണിക്ക് പ്രത്യേക വിരുന്ന് സൽക്കാരമുണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നു. പക്ഷേ അതിലേക്ക് സുരേഷ് ഗോപിക്ക് ക്ഷണമില്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത് അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ളത് കൊണ്ടാണ് തന്റെ ദില്ലി യാത്രയും വേണ്ട എന്ന രീതിയിൽ സുരേഷ് ഗോപി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പൊടുന്നനെയാണ് ഒരു 11 മണിയോടുകൂടി ദില്ലിയിൽ നിന്നും മോദി വിളിച്ചു എന്നുള്ളതും അദ്ദേഹം വിളിച്ചത് കൊണ്ടാണ് താൻ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് എന്നുള്ള കാര്യവും സുരേഷ് ഗോപി പറയുന്നത്. അതിന് പിന്നാലെ ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെയും മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം ഇത് തന്നെയായിരുന്നു. അദ്ദേഹം വിളിച്ചു, അതുകൊണ്ട് താൻ പോകുന്നു, താൻ അത് അനുസരിക്കുന്നു, നിർബന്ധമായും അവിടെ എത്തണം എന്നുള്ളതാണ് മോദി തന്നോട് ആവശ്യപ്പെട്ടത് എന്നതാണ് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴും അത് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ ആ രീതിയിലുള്ളൊരു ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലിയിലേക്ക് ഇവിടെ നിന്നും സുരേഷ് ഗോപി ഭാര്യയ്ക്കൊപ്പം പുറപ്പെട്ടത് എന്നുള്ളതാണ് അനുമാനിക്കാൻ സാധിക്കുക. ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് അദ്ദേഹം ഇപ്പോൾ ദില്ലിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12:30 വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ദില്ലിയിലേക്ക് പുറപ്പെട്ടത്. പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങളുണ്ടായിരുന്നു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട്. ഒടുവിൽ പ്രധാനമന്ത്രി വിളിച്ചതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ദില്ലിയിലേക്ക് പുറപ്പെട്ടത്.